ബിഗ് ബോസ് താരം ജിൻഡോയെ മോഷണക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സത്യത്തിൽ ഈ സീസൺ 6-ലാണെന്ന് തോന്നുന്നു അല്ലെ, വിന്നറായിരുന്ന ജിൻഡോയാണ്. ജാസ്മിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് വളരെ കരുത്ത് തെളിയിച്ച ഒരു പെൺകുട്ടിയാണ്. 100 ദിവസം കൂടെ തികച്ചു നിന്നൊരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് ഫസ്റ്റ് സ്ഥാനം കൊടുക്കാതിരിക്കാൻ, ബിഗ് ബോസ് വിന്നറാകാതിരിക്കാൻ വേണ്ടി മാത്രം നിയോഗിച്ച ഒരു വിന്നറായി പോയി ജിൻഡോ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അതെ, എനിക്കും ഇപ്പോൾ അത് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ജാസ്മിനോട് പലർക്കും, ഭൂരിഭാഗം ആളുകൾക്കും എതിർപ്പായിരുന്നു. കാരണം ജാസ്മിന്റെ ഹൗസിനുള്ള ഗെയിം അങ്ങനെയായിരുന്നു. ജാസ്മിനും ഗബ്രിയുമായി ചേർന്നുള്ള ഗെയിം ഒരു ഭൂരിപക്ഷം മലയാളികൾക്കും ഇഷ്ടപ്പെടാത്ത രീതിയിലായിരുന്നത് കൊണ്ട് ഒരിക്കലും അതുപോലെ ലവ് ട്രാക്ക്, അതെ, ലവ് ട്രാക്ക് മാത്രമായിരുന്നില്ല. ജാസ്മിന് വേണ്ടി ബിഗ് ബോസ് റൂളുകൾ മാറ്റി പല ഫേവേഴ്സും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജാസ്മിന് വാപ്പയോട് സംസാരിക്കുവാനുള്ള സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു, കത്തുകൾ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം ആരോപണങ്ങൾ കഴിഞ്ഞൊരു സീസണിൽ ബിഗ് ബോസ് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ജാസ്മിനുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാം പറഞ്ഞത് ജാസ്മിനെ ആവും ബിഗ് ബോസ് വിജയിയാക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഡിസേർവിങ് എല്ലാവരും കൂടി ജിൻഡോയ്ക്ക് വോട്ട് നൽകി ജിൻഡോയെ വിജയിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ സീസൺ 7 നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും കഴിഞ്ഞ 6 സീസണുകളിലെ വിന്നേഴ്സിനെ നമ്മൾ എടുത്താലും ഒരിക്കലും നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നില്ല. അതായത് ബിബിയുടെ ഒരു ആപ്റ്റ് ആയിട്ട് മെറ്റീരിയൽ ആയിരുന്നില്ല ജിൻഡോ എന്ന് പറയുന്നത് എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ സ്വന്തം ജിമ്മിൽ തന്നെ ലീസിന് കൊടുത്ത ജിമ്മിൽ അവിടെ നടത്തിപ്പുകാരിയുടെ പണം, അത് 10,000 രൂപയോളമാണ് ജിൻഡോ മോഷ്ടിച്ചിരിക്കുന്നത്. വിലപ്പെട്ട കുറച്ച് രേഖകളും എടുത്തു. അതെ അതെ, അത് CCTV-യിൽ കൃത്യമായിട്ട് പതിങ്ങിട്ടുമുണ്ട്. ഇത്രത്തോളം ഒരു എന്താണ് പറയേണ്ട, വളരെ തരം താഴ്ന്ന ഒരു പ്രവൃത്തി അല്ലെ. ബിബി ഈ ബിഗ് ബോസ് വിന്നർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവരൊക്കെ നാളെ സമൂഹത്തിന് എന്തെങ്കിലും മാതൃകകളാക്കാൻ കഴിയുന്ന വ്യക്തികൾ. കാരണം റിയാലിറ്റി ഷോയിൽ അതിജീവിച്ച് നിന്ന് വിന്നറായിട്ട് വരിക എന്നുള്ളത് ഇപ്പോൾ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഇവരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ വേണം. ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാകും. അപ്പൊ ഇത്തരത്തിലുള്ള മാതൃകകൾ നൽകുന്നവരാണോ ഈ ബിഗ് ബോസിലേക്ക് പോകുന്നത് എന്നുള്ളതും കൂടെ വലിയൊരു ചോദ്യചിഹ്നമാണ്. അതെ, ജിൻഡോയ്ക്ക് ഈ ഒരു കപ്പ് കൊടുത്ത സമയത്ത് തന്നെ ധാരാളം ആളുകൾ ഇതിനെതിരെയും രംഗത്തെത്തിയിരുന്നു. ജിൻഡോയ്ക്ക് കപ്പ് കൊടുത്ത ശേഷം ഒരു വ്യക്തി പോലും ഇതുപോലെ ഡിസേർവിംഗ് അല്ലാത്ത ഒരു വ്യക്തി പോലും BBയിൽ ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലായിരുന്നു സംസാരമൊക്കെ വന്നിരുന്നത്. അപ്പൊ അഖിൽ മാരാർക്കായിരുന്നു തൊട്ട് മുമ്പത്തെ സീസണിൽ കപ്പ് കിട്ടിയിരുന്നത്. ജിൻഡോയ്ക്കെതിരെ അവിടെ ജിൻഡോയെ വിന്നറായി പ്രഖ്യാപിച്ച സമയത്ത് സഹ മത്സരാർത്ഥികൾ പോലും അതിനെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നില്ല അവർ തന്നെ ഇരുന്നത്. എല്ലാവരും ജാസ്മിന് തന്നെയാണ് കപ്പ് എന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ വോട്ടിങ്ങിൽ ഗംഭീരമായ വോട്ടിംഗ് ആയിരുന്നു ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നത്. വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ, മികവിന്റെ അടിസ്ഥാനത്തിൽ സഹതാപ വോട്ടല്ല, ജാസ്മിനെതിരെയുള്ള വോട്ടായിരുന്നു. അതായത് ഈ പറഞ്ഞതുപോലെ ജിൻഡോ നടത്തിയിരുന്നത് ആദ്യം ഒരു സഹതാപതരമ സൃഷ്ടിക്കലായിരുന്നു. എല്ലാവരും കൂടി ജിൻഡോയെ ആദ്യം വളഞ്ഞിട്ട് ആക്രമിക്കുക. ആദ്യത്തെ ആഴ്ച തന്നെ ജിൻഡോയെ മണ്ടൻ, ഹൗസിലെ മണ്ടൻ എന്ന് പറഞ്ഞൊരു ടാഗ് കൊടുത്ത വ്യക്തിയായിരുന്നു ജിൻഡോ എന്ന് പറഞ്ഞത്. അങ്ങനത്തെ ഒരു ടാഗ് കിട്ടിയപ്പോൾ ജിൻഡോ മണ്ടനല്ല, നല്ല ഒന്നാന്തരം മോഷ്ടാവാണെന്നുള്ള തരത്തിലാണ് ബുദ്ധിമാനെ. കാരണം നമുക്ക് CCTV മോഷണ കേസ് മാത്രമല്ല, പീഡന കേസുള്ള ഒരു പ്രതിയാണ് ജിൻഡോ. ഒരു വളരെ മോശം പ്രവർത്തികളിൽ ഏർപ്പെടുന്ന സമൂഹത്തിന് അത്രത്തോളം ഇതായിട്ടുള്ള ഒരു വ്യക്തി ബിഗ് ബോസ് വിന്നർ ആണെന്ന് പറയുന്നത് മറ്റ് മത്സരാർത്ഥികൾക്കും കൂടെ നാണക്കേടാണ്. അതെ, ജിൻഡോയ്ക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ട് സിജോയും സായും ഒക്കെ, സീക്രട്ട് ഏജന്റ് സായും ഒക്കെ നിരന്തരം വീഡിയോകളുമായി വരുമായിരുന്നു. പിന്നെ സിജോയും ജിൻഡോയും തമ്മിലുള്ളതായിരുന്നു പ്രശ്നങ്ങൾ മുഴുവൻ. അതായത് വെളിയിൽ വെച്ചിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം, അതായത് സിജോ ആയിരുന്നു ജിൻഡോയ്ക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും വീഡിയോകൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആ സമയത്തെല്ലാം ജിൻഡോ സൈലന്റ് ആയിരുന്നു. ജിൻഡോയ്ക്കെതിരെ ധാരാളം പീഡന കേസുകൾ വന്നു, പരാതികൾ വന്നു. പക്ഷെ പോലീസ് ജിൻഡോയെ അറസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. മുൻകൂർ ജാമ്യം ഉപേക്ഷിച്ച് ജിൻഡോ പക്ഷെ പബ്ലിക്കായി തന്നെ നടക്കുന്ന ഒരു നിലയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാ തെളിവുകളോടും കൂടി രാത്രിയിൽ ഷട്ടർ പകുതി തുറന്ന് കുനിഞ്ഞ് ക്യാമറയുടെ കണ്ണിൽ പെടാതെ ഇഴഞ്ഞു നടക്കുന്ന ജിൻഡോയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സത്യത്തിൽ ഇപ്പോ ജാസ്മിൻ അന്ന് അത് കൊടുത്തിരുന്നെങ്കിൽ അതൊരു ചരിത്ര സംഭവം കൂടെ ആയിരുന്നു. കാരണം ഒരു സ്ത്രീ ആദ്യത്തെ ദിൽഷ ആദ്യത്തെ ലേഡി വിന്നർ ആയിരുന്നു. അതിനുശേഷം വരുന്നത് ജാസ്മിൻ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു, നല്ലൊരു ഗെയിമർ ആയിരുന്നു, നല്ല ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഗബ്രിയുമായിട്ടുള്ള ഒരു കോംബോയാണ് ജാസ്മിനെ പ്രേക്ഷകരിൽ നിന്ന് അകറ്റിയത്. അപ്പം ഒരു BB മെറ്റീരിയൽ തന്നെയായിരുന്നു ജാസ്മിൻ എന്ന് പറഞ്ഞത്. പക്ഷെ ജാസ്മിന്റെ പ്രവർത്തനങ്ങൾ, ജാസ്മിന്റെ പല കളികളും ജാസ്മിന്റെ കൈവിട്ട് പോയത് കൊണ്ടാണ് ആ ഒരു ഭാഗ്യം ജാസ്മിന് മൂലമാണ് ഒരുപക്ഷെ ജിൻഡോ കപ്പടിച്ചത്. അതായത് പുള്ളിക്കാരുടെ ക്വാളിറ്റി കൊണ്ടോ ഒന്നുമല്ല ജിൻഡോയ്ക്ക് കപ്പടിച്ചത്. ഇതാണല്ലോ ക്വാളിറ്റി. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് അതുപോലെ ജാസ്മിനെ ഇഷ്ടമല്ലാത്തവരെല്ലാവരും ജിൻഡോയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് സഹതാപ ഓട്ടമുണ്ട്. ഇദ്ദേഹം മണ്ടനാണെന്ന് പറഞ്ഞതുകൊണ്ട് ജിൻഡോയെ കളിയാക്കുന്നവരോടൊപ്പം കളിയാക്കുന്നവർക്ക് നേരെയുള്ള ഒരു പ്രതിഷേധമായി കൂടി മലയാളികൾ രേഖപ്പെടുത്തിയ വോട്ടാണ്. എന്തായാലും അത് അബദ്ധമായി പോയി എന്ന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള സമൂഹത്തിന് ഒട്ടും നല്ലതല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പീഡന കേസിൽ അകത്താകുന്നു, പീഡന കേസിൽ പ്രതിയാകുന്നു, മോഷണ കേസിൽ പ്രതിയാകുന്നു. അത്
വളരെ മോശം അല്ലെ മറ്റുള്ള മത്സരാർത്ഥികൾക്കും അല്ലെങ്കിൽ ബിഗ് ബോസ് ഇതുവരെയുള്ള സീസൺസിലുള്ള വിന്നേഴ്സിനാണ് നാണക്കേടാണ്. കാരണം അവരെല്ലാവരും എനിക്ക് തോന്നുന്നു ആദ്യത്തെ വിന്നർ സാബു മോനായിരുന്നു, രണ്ടാമത്തേത് മണിക്കുട്ടനായിരുന്നു, മൂന്നാമത്തേത് ദിൽഷയായിരുന്നു. ദിൽഷ, നാലിനകത്ത് 3 വിന്നർ ഇല്ലായിരുന്നു, 4-ലായിരുന്നു ദിൽഷയായത്, പിന്നെ 5-ൽ അഖിൽമാരാർ ഉണ്ടായിരുന്നു, 6-ലെ ആറിലാണ് ജിൻഡോ. അപ്പൊ ഇത്രയും പേര് ബാക്കി ജിൻഡോ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും എനിക്ക് തോന്നുന്നു ഓരോ മേഖലകളിൽ ഓരോ തരത്തിൽ മികവ് തെളിയിച്ചു കഴിഞ്ഞവരാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അറിയാവുന്ന ഒരു പേഴ്സൺ എന്നതിലുപരി ഇപ്പോഴാണ് അഖിൽമാരാർ ഒരു സ്റ്റാർ ആയിട്ട് തന്നെ വന്നത്. ബിഗ് ബോസ് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ ഭയങ്കരമായിട്ട് ഉയർന്നു. ഓരോരുത്തരും അദ്ദേഹം തന്നെ പറഞ്ഞു ഇതിലൂടെ അദ്ദേഹം, അതായത് ബിഗ് ബോസ് അദ്ദേഹത്തെ സമ്പന്നനാക്കി, കൂടുതൽ സ്വീകാര്യനാക്കി, കൂടുതൽ ഒരു സെലിബ്രിറ്റി ആക്കി, എല്ലാം ആക്കി. സാധാരണ ഒരു ചാനൽ ചർച്ചകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് നിൽക്കുന്ന ഒരു അഖിൽമാരാർ എന്നതിനപ്പുറത്തേക്ക് അയാളുടെ കഴിവ് കൂടെയാണ് അല്ലെ. വാക് സാമർഥ്യം വളരെ മനോഹരമായി തന്നെ അവതരിപ്പിക്കാനും എല്ലാത്തിനുള്ള കഴിവുണ്ട്. പക്ഷെ സാബുമോൻ ഒരു ജേർണലിസ്റ്റ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ മേഖലയിൽ വളരെ കഴിവ് തെളിയിച്ച ഒരു നടനും എല്ലാമാണ്, ആങ്കറും ഒക്കെ ആയിരുന്നു അദ്ദേഹം. പിന്നെ ബിഗ് ബോസ് വിന്നർ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ദിൽഷ നല്ലൊരു നർത്തകിയാണ്, അല്ലെങ്കിൽ നല്ലൊരു കൊറിയോഗ്രാഫർ ആയിട്ട് ഇപ്പോഴും അവർ തുടരുന്നുണ്ട്. മണിക്കുട്ടൻ നടനാണ്, അതെന്നും എക്കാലത്തെയും നല്ലൊരു നടനാണ്. അപ്പൊ അങ്ങനെ ഒരു കൂട്ടത്തിൽ ബിഗ് ബോസ് വിന്നർ എന്നുള്ള ഒരു ലേബലിലേക്ക്, അങ്ങനെ ഒരു ടാഗിലേക്ക് ജിൻഡോ വരുമ്പോൾ ജിൻഡോയിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്ത പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് വളരെ മോശപ്പെടുത്തുന്ന രീതിയിലാണ് ജിൻഡോയുടെ നമ്മൾ ഇന്ന് രാവിലെ കണ്ട ന്യൂസിൽ വളരെയധികം ഈ ജിൻഡോയെ ജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്തിട്ടുള്ള പ്രേക്ഷകരെ നിരാശരാക്കി, അവരെ മണ്ടന്മാരാക്കുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു ജിൻഡോ എല്ലാം മണ്ടൻ, വോട്ട് ചെയ്തവരാണ് മണ്ടൻ എന്നുള്ളത്. എന്തായാലും ജാസ്മിന് അർഹിച്ച ഒരു കപ്പായിരുന്നു. ഒരു പക്ഷെ ആ ജാസ്മിൻ ആ കപ്പ് നേടിയിരുന്നെങ്കിൽ അതൊരു ചരിത്രമായിരുന്നു. കാരണം ആ പെൺകുട്ടി അത്രത്തോളം ഡിഫെൻഡ് ചെയ്ത് പിടിച്ചു നിന്നു എന്നുള്ളതാണ്. 100 ദിവസം പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു ഭയങ്കര എളുപ്പമായ ഒരു ടാസ്ക് അല്ല എന്നുള്ളത് നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടി ഒരുപാട് സൈബർ ആക്രമണങ്ങൾ, പുറത്തും അകത്തുള്ള ആക്രമണങ്ങളൊക്കെ നേരിട്ട് നിന്നിട്ടും ഈ വ്യക്തിക്ക്, ഈ മോഷ്ടാവിന്, ഈ പീഡകന് ആ ബിഗ് ബോസിന്റെ ഒരു മെഡൽ കൊണ്ട് ചാർത്തി കൊടുത്തു എന്നുള്ളത് ഇപ്പോൾ പലരെ സംബന്ധിച്ചും വളരെ നിരാശപ്പെടുന്ന കാര്യമാണ്.